ഞാൻ 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മയും ഞാൻ 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അച്ഛനും മരണപ്പെട്ടു പോയി. സ്വാഭാവികമായും ആ പ്രായത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെടുന്ന കുട്ടികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഊഹിക്കാവുന്നുള്ളതേ ഉള്ളൂ. ആ ഊഹിക്കാവുന്നതിനപ്പുറത്തേക്കുള്ള പ്രയാസങ്ങൾ വ്യക്തി ജീവിതത്തിൽ എനിക്ക് സഹിക്കേണ്ടതായി വന്നു. എന്നാൽ SFIയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു തുടങ്ങിയതിന് ശേഷം പിന്നെ പാർട്ടി ഓഫീസാണ് നമ്മുടെ ആസ്ഥാനം, അല്ലെങ്കിൽ വീട്. പാർട്ടി പ്രവർത്തകരാണ് നമ്മുടെ കുടുംബാംഗങ്ങൾ. അതിൽ മുതിർന്ന ആളുകളെല്ലാം നമ്മുടെ രക്ഷകർത്താക്കളും പ്രായത്തിൽ കുറഞ്ഞവരെല്ലാം നമ്മുടെ സഹോദരങ്ങളുമായിരുന്നു. അങ്ങനെ അവർ കൂടെ നിന്നാണ് നമ്മളെ വളർത്തിയത്. പാർട്ടി ചെറിയ പ്രായം തൊട്ട് തന്നെ എന്നെ സഹായിച്ചു എല്ലാത്തിനും. പാർട്ടി ഓഫീസിൽ താമസിച്ചാണ് ഒരു ഘട്ടത്തിൽ പഠിച്ചിരുന്നത്. അപ്പോൾ പാർട്ടി നേതാക്കളുമായും പാർട്ടി സഖാക്കളുമായും വല്ലാതെ ഒരു അടുപ്പം സ്ഥാപിക്കാനും അവരുമായിട്ട് ഇടപഴകി ജീവിക്കാനും എനിക്ക് കഴിഞ്ഞു. പിന്നെ ഇന്ന് കാണുന്ന ഞാൻ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉൽപ്പന്നമാണ്. ഇങ്ങനെ സഖാക്കളെ കണ്ടെത്തി സഹായിക്കാനും നിലനിർത്താനും ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെ വേറൊരു പാർട്ടിക്കും കഴിഞ്ഞിട്ടില്ല. എൻ്റെ അച്ഛനും അമ്മയും ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടു. ഞാൻ കുറച്ച് പ്രായമായതിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടവരെല്ലാം ഒരു വലതുപക്ഷ ചിന്താഗതിയുള്ളവരാണ്. അപ്പോൾ ഇടതുപക്ഷത്തേക്ക് വരേണ്ട ഒരു അന്തരീക്ഷം എനിക്കങ്ങനെ ആ പശ്ചാത്തലമില്ല. പക്ഷേ എങ്ങനെ അങ്ങനെ ആയി എന്ന് ചോദിച്ചാൽ, ഈ ഒന്നുമില്ലാത്തവൻ്റെ വികാരങ്ങളും ആഗ്രഹങ്ങളും സഫലീകരിക്കുന്നതാണ് സോഷ്യലിസം. മനുഷ്യനെ ചൂഷണം ചെയ്യാത്തൊരു വ്യവസ്ഥിതി, എല്ലാവരും തുല്യമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ ഉണ്ടാകും എന്ന് സ്കൂളിൽ ഞങ്ങൾ പഠിക്കുമ്പോൾ ഈ ഇൻ്റർവെൽ സമയത്ത് പുറത്തു വന്ന് നമ്മുടെ ചില പ്രാദേശികമായിട്ടുള്ള ആളുകൾ വിളിച്ചു കൂട്ടിയിരുത്തി പറയുമായിരുന്നു. അപ്പോൾ അത് എൻ്റെ ജീവിതത്തെ ബാധിക്കുന്നതാണ് ഈ പ്രത്യയശാസ്ത്രം എന്ന് എനിക്ക് തോന്നി. പിന്നെ അവരുടെ ഇടപെടൽ, സ്നേഹം, പരിചരണം, ഇതിൽ ഞാൻ ആകർഷകനായി. അല്ല, പ്രത്യയശാസ്ത്രം പഠിച്ചിട്ടല്ല ആദ്യം ഞങ്ങളാരും SFIയിലേക്ക് ചേരുന്നത്. പിന്നെ അത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ കൂടുതലെടുത്തു, ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ പരമാവധി ചെയ്യാൻ ശ്രമിച്ചു. പൂർണ്ണമാണെന്നൊന്നും അവകാശപ്പെടുന്നില്ല, എന്നാലും അതുകൊണ്ടായിരിക്കാം കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചതെന്ന് ഞാൻ കരുതുകയാണ്. എന്നെപ്പോലെ ധാരാളം പേരെ വളർത്തിയെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അല്ലെങ്കിൽ നമ്മൾ എവിടെ എത്താൻ? ഒരിടത്തും എത്തില്ല. വർഷങ്ങൾക്ക് മുൻപ് പത്രങ്ങളിൽ വന്ന ഒരു വാർത്തയുണ്ട്, നാടിന് നാഥനായി അനാഥനായ സ്റ്റീഫൻ എന്ന്. ഇന്ന് ആ നാഥൻ അരുവിക്കരയുടെ MLA കൂടിയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം അരുവിക്കര മണ്ഡലം MLA ശ്രീ G. സ്റ്റീഫൻ. നമസ്കാരം MLA. നമസ്കാരം. ഇവിടെ MLA ക്ഷണിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഉള്ളൊരു കാര്യം ഇതാണ്, UDFൻ്റെ കയ്യിൽ കാലങ്ങളായിരുന്ന ഒരു പ്രധാന മണ്ഡലമാണ് തിരുവനന്തപുരത്തെ. ആ മണ്ഡലം LDFനായി പിടിച്ചെടുത്തു. ഇപ്പോൾ ആ മണ്ഡലം LDFൻ്റെ കയ്യിൽ സേഫാണ് എന്നാണ് നമുക്കൊക്കെ മനസ്സിലാവുന്നത്. എങ്ങനെയാണ് അങ്ങനെ ഒരു മാറ്റം ആ മണ്ഡലത്തിലെ ജനങ്ങളിൽ നിന്ന്? 1991 നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അന്ന് ശ്രീ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷമാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പിലാണ് ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രമായിരുന്ന പഴയ ആരനാട് മണ്ഡലം, ആ മണ്ഡലം LDFന് നഷ്ടപ്പെടുന്നത്. അതിനുശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും 30 വർഷം UDF ആണ് അവിടെ ജയിച്ചിട്ടുള്ളത്, ഉപതെരഞ്ഞെടുപ്പ് അടക്കം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അരുവിക്കര മണ്ഡലം വിജയിച്ചു. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം 1-ാം പിണറായി ഗവൺമെൻറ്റിൻ്റെ ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു. മാത്രമല്ല, കേരളത്തിലുണ്ടായ വിവിധ പ്രതിസന്ധി ഘട്ടങ്ങളെ ഒരു ജനാധിപത്യത്തിലെ സംവിധാനത്തിലെ ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ഏറ്റവും മാതൃകാപരമായ ഗവൺമെൻറ് കൈകാര്യം ചെയ്തിരുന്നു. അതിനോട് സംതൃപ്തി തോന്നിയ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വിധിയെഴുത്ത് നടത്തി. ആ വിധിയെഴുത്തിൽ അരുവിക്കര മണ്ഡലവും നമുക്ക് ജയിച്ചു വരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത.
അതാണ്. അപ്പൊ സ്ഥാനാർത്ഥിക്ക് പ്രത്യേകിച്ച് പ്രാധാന്യം ഇല്ലെന്നാണ് പറഞ്ഞു വരുന്നത്. സ്ഥാനാർത്ഥി അങ്ങവിടെ കാലങ്ങളായി നിറഞ്ഞു നിൽക്കുന്ന ഒരു ആളും കൂടിയാണല്ലോ. സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ ജയിക്കും, എന്നെ നിർത്തിയാൽ ജയിക്കും എന്ന് പാർട്ടിക്കും മുന്നണിക്കും തോന്നിയത് കൊണ്ടാണല്ലോ എന്നെ മത്സരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. തീർച്ചയായും. പക്ഷേ സ്ഥാനാർത്ഥിയുടെ ഘടകം മാത്രമല്ല, ഒന്നാമത്തെ ഘടകം ഗവൺമെൻറ്റിൻ്റെ ഭരണനേട്ടം തന്നെയായിരുന്നു. അതിനോടനുബന്ധിച്ച് സ്ഥാനാർത്ഥിക്ക് സ്ഥാനാർത്ഥിയുടേതായിട്ടുള്ള പങ്ക് തെരഞ്ഞെടുപ്പിൽ നിർവഹിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങേക്ക് വ്യക്തിപരമായി ഒരു വ്യക്തിപ്രഭാവം കൊണ്ടും കുറേ വോട്ടുകൾ അവിടെ നേടാൻ കഴിഞ്ഞിട്ടില്ലേ? അതെ, അത് ഞാൻ ദീർഘകാലമായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന കാലഘട്ടം മുതൽ ആ മണ്ഡലവുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു പ്രവർത്തകനാണ്. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ, ബ്ലോക്കിൻ്റെ ചെയർമാൻ എന്നുള്ള നിലയിലൊക്കെ പ്രവർത്തിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ആദ്യമായി അങ്ങ് ജനപ്രതിനിധിയാവുന്നത് ഏത് പ്രായത്തിലാണെന്ന് ഓർക്കും? ആദ്യമായി ഞാൻ ജനപ്രതിനിധിയാകുന്നത് 25 വയസ്സിലാണ്. കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ്. അത് 1995 നടന്ന തിരഞ്ഞെടുപ്പ്, സെപ്റ്റംബർ 27 നടന്ന തിരഞ്ഞെടുപ്പ്. അങ്ങനെ പറഞ്ഞപ്പോൾ ഇപ്പോൾ വയസ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ എല്ലാവർക്കും പറ്റിക്കാം. അതെ, വയസ്സ് ആളുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ. അതെ. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിലാണ് എനിക്ക് ആദ്യമായി വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞത്. ആ ടൈമിൽ തന്നെ 1.25 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രസിഡൻ്റായും ആ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായും തിരഞ്ഞെടുക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഘട്ടം കൂടി കാട്ടാക്കട പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുപ്പിൽ ജയിച്ച് അവിടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി പ്രവർത്തിക്കാനുള്ള അവസരവും ലഭിച്ചിരുന്നു. അതിനുശേഷമാണ് 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം ലഭിച്ചത്. അത് അപ്രതീക്ഷിതമായിരുന്നു? തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. കാര്യം ഞാൻ കാട്ടാക്കട മണ്ഡലം കമ്മിറ്റിയുടെ ഭാഗമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പാർട്ടി എന്നെ അതിനാണ് നിയോഗിച്ചിരുന്നത്. ആ ഘട്ടത്തിൽ ഞാൻ കാട്ടാക്കട പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും കാട്ടാക്കട മണ്ഡലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന എന്നെ പാർട്ടി പൊടുന്നനവെ അരുവിക്കര മണ്ഡലത്തിൽ മത്സരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ അരുവിക്കര മണ്ഡലത്തിലേക്ക് എൻ്റെ പ്രവർത്തനം മാറ്റുന്നത്. അപ്പോൾ അങ്ങ് സൂചിപ്പിച്ചു, ഇപ്പോൾ സംഘടനാപരമായി ഒരു വലിയ ചുമതലയും കൂടെ ഉണ്ടായിരുന്ന സമയത്താണ് പിന്നീട് മത്സരിക്കാൻ പാർട്ടി പറയുന്നത്. അപ്പോൾ ആ ഒരു സംഘർഷം ഉണ്ടാവുമല്ലോ. അതായത് ഒരു സംഘടനാ പ്രവർത്തകനായി നിൽക്കുന്ന ആൾ പിന്നീട് പാർലമെന്ററി രംഗത്ത് മുൻപുണ്ടായിരുന്നു, തദ്ദേശ ഭരണത്തിലായിരുന്നു അതുണ്ടായിരുന്നത്. പക്ഷെ അസംബ്ലിയിലേക്ക് വരുമ്പോൾ അതൊരു വലിയ മാറ്റമാണ്. അപ്പോൾ ആ ഒരു ഇപ്പോൾ തിരുവനന്തപുരംകാരുടെ രീതിയിൽ പറഞ്ഞാൽ ഈ രംഗത്ത് MLA അല്ലായിരുന്നെങ്കിൽ 2 വർത്താനം പറയായിരുന്നു എന്ന് തോന്നുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അത്തരം സംഗതികളിലൊരു സംഘർഷം അനുഭവപ്പെടാറുണ്ടോ? ഏരിയ സെക്രട്ടറി ആയിരുന്നെങ്കിൽ ഞാൻ 2 വർത്താനം പറഞ്ഞേനെ എന്ന് തോന്നുന്നു. അല്ല, അത് സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുമ്പോഴും പാർലമെൻ്ററി രംഗത്ത് പ്രവർത്തിക്കുമ്പോഴും ഒരേ ഉത്തരവാദിത്വമാണ് നിറവേറ്റുന്നതെങ്കിൽ അത് 2 തരത്തിലാണ് നിറവേറ്റേണ്ടി വരിക. സംഘടനാ രംഗത്താകുമ്പോൾ പാർട്ടി തീരുമാനങ്ങൾ നടപ്പിലാക്കുക, പാർട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക, പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുക, ഇതെല്ലാം നമ്മുടെ ചുമതലയാണ്. അത് നമ്മൾ കൃത്യമായി നിറവേറ്റേണ്ടതായി വരും. എന്നാൽ പാർലമെൻ്ററി രംഗത്താകുമ്പോൾ എല്ലാവരെയും അഡ്രസ്സ് ചെയ്യേണ്ടതായി വരും. എല്ലാവരുടെയും താല്പര്യങ്ങളും വികാരങ്ങളും എല്ലാം നമ്മൾ മാനിക്കേണ്ടതായി വരും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ 2 രംഗത്ത് പ്രവർത്തിക്കാനുള്ള അവസരം പാർട്ടി തന്നിട്ടുണ്ട്. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻറ്റ് സ്ഥാനം കഴിയുമ്പോൾ എന്നെ ലോക്കൽ സെക്രട്ടറിയായി, ഞാൻ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. പഞ്ചായത്തിലേക്ക് ആദ്യം മത്സരിക്കുമ്പോൾ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. അത് കഴിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡൻറ്റ് സ്ഥാനം കഴിയുമ്പോൾ പാർട്ടി എന്നെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. ആ ഉത്തരവാദിത്വത്തിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും 2ാം വട്ടം പഞ്ചായത്തിലേക്ക് മത്സരിപ്പിക്കുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം 10 വർഷം ലോക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിലാണ് വീണ്ടും പഞ്ചായത്തിലോട്ട് മത്സരിക്കാൻ പാർട്ടി തീരുമാനിച്ചത്. അത് കഴിഞ്ഞ് ബ്ലോക്കിലേക്ക് മത്സരിച്ച് ജയിക്കുന്ന ഘട്ടത്തിലാണ് ഏരിയ സെക്രട്ടറിയുടെ ചുമതല എന്നെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഈ 2 ചുമതലയും നിറവേറ്റാൻ പാർട്ടി അവസരം തന്ന ഒരു പ്രവർത്തകൻ എന്നുള്ള നില, പാർട്ടി അംഗം എന്നുള്ള നിലയിൽ ചുരുക്കമാണ്. അതെ, ആ 2 രംഗത്തും എനിക്ക് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം പരമാവധി വിശ്വസ്തയോടുകൂടി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. പക്ഷേ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നമുക്ക് എല്ലാത്തിനോടും നമ്മൾ ആഗ്രഹിക്കുന്ന ചില നിലയിൽ ചിലപ്പോൾ പ്രതികരിക്കാൻ കഴിഞ്ഞില്ലെന്നിരിക്കും. പാർട്ടിക്കകത്ത് പാർട്ടി സംഘടനാ രംഗത്ത് കിട്ടുന്ന സ്വാതന്ത്ര്യം
ചില ഘട്ടങ്ങളിൽ നമുക്ക് പാർലമെൻ്ററി രംഗത്ത് കിട്ടണമെന്നില്ല, ചില നിയന്ത്രണങ്ങളുണ്ടാകും. ആ ഒരു പ്രയാസമേ വന്നിട്ടുള്ളൂ. അല്ലാതെ ഇത് രണ്ടും പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വമാണ്. അത് രണ്ടും ആ പാർട്ടി എന്താണോ ആഗ്രഹിക്കുന്നത് ആ നിലയിൽ ചെയ്യാനാണ് ഞങ്ങളെല്ലാവരും ശ്രമിക്കുന്നത്. ഇപ്പം നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ മണ്ഡലം LDF നേടിയെടുക്കാൻ കഴിഞ്ഞു. ഇനി അത് നിലനിർത്തുക എന്നുള്ളതായിരുന്നല്ലോ LDF സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്. തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അപ്പോൾ ഈ രണ്ടാം പിണറായി സർക്കാർ നിരവധി ക്ഷേമ വികസന പ്രവർത്തനങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. നേരിട്ട് അരുവിക്കര മണ്ഡലത്തെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനം സ്വാധീനിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നേട്ടം അരുവിക്കര മണ്ഡലത്തിന് ഉണ്ടായി എന്ന് തോന്നിയ പദ്ധതിയോ അങ്ങയുടെ ഓർമ്മയിൽ വരുന്നുണ്ടോ? നിശ്ചയമായി വരുന്നുണ്ട്. രണ്ടാം പിണറായി ഗവൺമെൻറ് 2 മുദ്രാവാക്യങ്ങൾ പ്രധാനമായി ഉയർത്തിയാണല്ലോ മുന്നോട്ട് പോകുന്നത്: വികസനവും ക്ഷേമവും. ഇത് രണ്ടിനും തുല്യ പ്രാധാന്യം നൽകിയാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. ആ ജൈത്രയാത്രയിൽ അരുവിക്കര മണ്ഡലത്തെയും കൈപിടിച്ച് കൂടെ കൊണ്ടുപോകാൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ റോഡിൻ്റെ നീളമുള്ളത് അരുവിക്കര മണ്ഡലത്തിലാണ്. അതുകൊണ്ട് തന്നെ റോഡുകളുടെ വികസനത്തിന് ധാരാളം ഫണ്ട് ഗവൺമെൻറ് അനുവദിച്ചു തന്നിട്ടുണ്ട്. BMNBC റോഡുകൾ തന്നെ ചെയ്യാൻ നമുക്ക് അവസരങ്ങളുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ പാലങ്ങൾ, ഇപ്പോൾ പൊന്മുടി റോഡിലുള്ള കല്ലാർ പാലം കൂടെ കൂട്ടിയാൽ 5 പാലങ്ങളുടെ നിർമ്മാണമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. പൊന്നാഞ്ചുണ്ട് പാലം, ചിറ്റാർ പാലം, പന്നിക്കുഴി പാലം, മൈലം മുഴി പാലം, പിന്നെ ഈ റീബിൽഡ് കേരളയുടെ പൊന്മുടി റോഡിൻ്റെ ഭാഗമായിട്ടുള്ള കല്ലാർ പാലം. കല്ലാർ പാലത്തിൻ്റെ പണി തുടങ്ങിയില്ല, ആ റോഡിൻ്റെ പണിയോടനുബന്ധിച്ചാണ് തുടങ്ങാനുള്ളത്. ബാക്കി 4 പാലങ്ങളിൽ 3 പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. മൈലം മുഴി പാലത്തിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട PWD വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് അവർ വിതിരയിൽ വന്ന് ഇതിൻ്റെ തറക്കല്ലിടുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു മണ്ഡലത്തിനകത്ത് ഒരു പഞ്ചായത്തിൽ 3 പാലങ്ങളുടെ തറക്കല്ലിടൽ ഒരു ദിവസം നടത്തുന്നത് ആദ്യമായിട്ടാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അത് അരുവിക്കര മണ്ഡലത്തിന് ഈ ഗവൺമെൻറ് നൽകിയ ഒരു വലിയ സപ്പോർട്ടായിട്ടാണ് ഞാനും അരുവിക്കരയിലെ ജനങ്ങളും കാണുന്നത്. അതേപോലെ തന്നെ സ്കൂളുകൾ, 59 സർക്കാർ സ്കൂളുകളും 27 സ്കൂളുകളും 25 അൺഎയ്ഡഡ് സ്കൂളുകളും പ്രവർത്തിക്കുന്ന ഒരു മണ്ഡലമാണ് അരുവിക്കര. ഈ 59 സർക്കാർ സ്കൂളുകളിൽ 29 സർക്കാർ സ്കൂളുകൾക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ഈ അവസരം നമുക്ക് കഴിഞ്ഞു. അതിൽ 15 കെട്ടിടം തന്നത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്നാണ്. 10 കെട്ടിടം കിഫ്ബി ഫണ്ടിൽ നിന്നും 4 കെട്ടിടം MLA ഫണ്ടിൽ നിന്നുമായിട്ടാണ് 29 കെട്ടിടം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞത്. ആകെ 59 സ്കൂളുകളുള്ള സർക്കാർ സ്കൂളുകളുള്ള ഒരു മണ്ഡലത്തിൽ അതിൽ 29 സ്കൂളുകൾക്ക് 5 വർഷത്തിനിടയിൽ കെട്ടിടം നിർമ്മിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു കാലഘട്ടത്തിലും നടന്നിട്ടില്ലാത്ത കാര്യമാണ്. അത്ഭുതമാണ്. അത് ഈ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഗവൺമെൻറ് സ്റ്റേറ്റിൽ നടക്കുന്ന വികസനത്തിൽ അരുവിക്കര മണ്ഡലത്തെ കൂടെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയെന്നുള്ളൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചത് അതിശയോക്തിയുള്ള വാക്കല്ല, വസ്തുതാപരമായിട്ടുള്ളൊരു പരാമർശമാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ ഇതര രംഗങ്ങൾ, ആരോഗ്യ മേഖലയിൽ, പിന്നെ വിദ്യാഭ്യാസ മേഖലയിലെ മറ്റ് പ്രോജക്റ്റുകൾ. ഇപ്പം എനിക്ക് സംതൃപ്തി നൽകുന്ന ഒരു കാര്യം, MLA ഫണ്ടിൻ്റെ ഏകദേശം 30% വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രം കൊടുത്തൊരു മണ്ഡലമാണ് അരുവിക്കര മണ്ഡലം. MLA ഫണ്ടിൻ്റെ ആകെ പണത്തിൻ്റെ 30% വിദ്യാഭ്യാസ മേഖലയ്ക്ക് മാത്രം കൊടുത്തു. അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാട്. അതേപോലെ തന്നെ നമ്മുടെ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത, ടൂറിസത്തിന് സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. ബഡ്ജറ്റിൽ തന്നെ ടൂറിസത്തിൻ്റെ ഒരു കോറിഡോർ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ബഡ്ജറ്റ് പ്രഖ്യാപനം ഉണ്ടായി. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഏജൻസിയെ തീരുമാനിക്കാനും DPR തയ്യാറാക്കാനുമുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അരുവിക്കര ഡാമുണ്ട്, പേപ്പാറ ഡാമുണ്ട്, അതുമായി കണക്ട് ചെയ്ത് നമ്മുടെ ആന പുനരധിവാസ കേന്ദ്രം, ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ടൊരു ടൂറിസം പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളതാണ് അതിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നതും സർക്കാർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള നടപടികളും ഈ കാലഘട്ടത്തിൽ സർക്കാരിന് പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ആനുകൂല്യം പറ്റുന്ന ഒരുപാട് പേര് മണ്ഡലത്തിലുണ്ടാവും. അപ്പോൾ
അതിൽ ഏറ്റവും അടുത്തുള്ള സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വിപ്ലവകരമായ ഒന്ന് എന്ന് പറയുന്നത് സ്ത്രീ സുരക്ഷാ പെൻഷനാണ്. അതിൻ്റെ ആനുകൂല്യം പറ്റിയ ആളുകളെ നേരിട്ട് പരിചയമുണ്ടോ? ആരെങ്കിലും വന്ന് അത് സംസാരിച്ചോ? ധാരാളം പേരെ പരിചയമുണ്ടെന്ന് മാത്രമല്ല, 2 പഞ്ചായത്തുകൾ അവരുടെ സംഗമം തന്നെ കൂടി അത് ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചിരുന്നു. ശരി. നമ്മുടെ ഈ പിന്നെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ യുവതി യുവാക്കൾക്കുള്ള സ്കോളർഷിപ്പും സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതിയും അത് നമ്മുടെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തിളക്കമാർന്ന 2 പ്രോജക്റ്റുകളായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. എൻ്റെ മണ്ഡലത്തിൽ 2880 പേർക്കാണ് ലൈഫിൽ ഇതിനകം വീട് ലഭിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ സർക്കാരിൻ്റെ ക്ഷേമ പെൻഷനുകൾ ധാരാളം വാങ്ങുന്ന ഒരു മണ്ഡലമാണ്. 131 ആദിവാസി ഉന്നതികളുള്ള ഒരു മണ്ഡലമാണ്. ആ പ്രദേശങ്ങളുടെ വികാസവുമായി ബന്ധപ്പെട്ട് ഉന്നതികളിൽ അംബേദ്കർ പദ്ധതി അടക്കമുള്ള പ്രോജക്റ്റുകൾ നൽകുന്ന കാര്യത്തിലെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വലിയ സപ്പോർട്ടാണ് ലഭിച്ചിട്ടുള്ളത്. അതൊരു വലിയ അനുഭവമാണ് ആളുകളെ സംബന്ധിച്ച്. MLAക്ക് ഓർമ്മയുണ്ടാവുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു ഘട്ടത്തിൽ നമ്മുടെ ഹരിതചട്ടം പാലിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി ഒരു പരിപാടിയുടെ ഭാഗമായി സർക്കാർ രൂപീകരിച്ചു തിരുവനന്തപുരത്ത്. ആ കമ്മിറ്റിയുടെ ചെയർമാനായി അങ്ങനെയാണ് തീരുമാനിച്ചത്. അതിൻ്റെ വൈസ് ചെയർമാൻ എന്ന പദവി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അന്നൊരു മീറ്റിംഗ് കൂടാൻ ഞാൻ MLA വിളിച്ചു. അപ്പം ഞാൻ ആദ്യമായാണ് അങ്ങനെ ഒരു കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരുന്നത്. അപ്പം ഞാൻ അങ്ങയെ വിളിച്ച്, ഇതാണ് എൻ്റെ ആദ്യത്തെ അനുഭവം അങ്ങായിട്ടുള്ളത്. ഞാൻ വിളിച്ചിട്ട് പറയുന്നത്, ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ട്, അങ്ങയുടെ ഡേറ്റ് കിട്ടിയാൽ അത് ചെയ്യാം. ഗായത്രി പറയും, എന്താണെന്ന് വെച്ചാൽ നമുക്കതിൽ ചെയ്യാം, എന്താ ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ. അപ്പോൾ എനിക്ക് എന്താ പറയേണ്ട അങ്ങനെ ചോദിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പം അങ്ങ് പറഞ്ഞു, ഗായത്രി ഒരു കാര്യം ചെയ്യൂ, എന്താണെന്ന് വിശദമായി പഠിക്കൂ, എന്നിട്ട് എന്നെ വിളിക്കും. അപ്പോഴാണ് എനിക്ക് ഒരു MLAയിൽ നിന്ന് ആദ്യമായിട്ട് അങ്ങനെ പഠിച്ചിട്ട് പറയൂ. അപ്പോഴാണ് നമ്മളൊരു തയ്യാറെടുപ്പ് എടുക്കണം എന്ന് മനസ്സിലാക്കുന്നത്. അത് ഞാൻ 2-3 പേരോട് പറയുമ്പോൾ അവർ പറയുന്നത്, അങ്ങനെയാണ്, അവരെ സമയം വെറുതെ കളയാനല്ല ഇരിക്കുന്നത്, പഠിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന്. പക്ഷെ അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചായിരുന്നു. പക്ഷേ പിന്നീടുള്ള അനുഭവങ്ങളിൽ അങ്ങനെയല്ല. അത് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടാണ് ഗായത്രി എന്നെ വിളിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആ പ്രോഗ്രാം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ സബ് കമ്മിറ്റികൾ നമ്മൾ രൂപീകരിക്കുമല്ലോ. അതിലൊരു കമ്മിറ്റിയിലാണ് നമ്മൾ 2 പേരും കൂടെ അംഗങ്ങളായി പ്രവർത്തിക്കേണ്ട അവസരം ലഭിച്ചത്. അപ്പോൾ വിളിക്കുന്ന ഘട്ടത്തിൽ ഈ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത കാര്യം, എന്നെ ചുമതല ഏൽപ്പിച്ച കാര്യവും വിളിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ സ്വാഭാവികമായും ഫങ്ഷൻസ് ആൻഡ് ഡ്യൂട്ടീസ് എന്താണെന്ന് നമ്മൾ ചോദിക്കും. അപ്പോൾ എന്നെ വിളിച്ച ആളെന്നുള്ള നിലയിൽ ഗായത്രിയോട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആയിരിക്കും എൻ്റെ ഭാഗത്തുണ്ടായ ചോദ്യം. കാരണം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായാൽ മാത്രമേ കമ്മിറ്റി അടിയന്തരമായി കൂടണമോ കുറച്ച് സമയമെടുത്ത് കൂടിയാൽ മതിയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കമ്മിറ്റിയുടെ ഭാരവാഹിയാകുന്ന ഞാനും ആദ്യമാണ്. ഞാനും മറ്റ് ഫുഡ് കമ്മിറ്റിയിലാണ് അതിനു മുമ്പ് ഞാൻ പ്രവർത്തിച്ചത്. അതെ, ഏരിയ സെക്രട്ടറിമാർ പൊതുവെ ഫുഡ് കമ്മിറ്റിയിലാണ്. അല്ല, കഴിഞ്ഞ പ്രാവശ്യം എന്നെ അതാണ് ഏൽപ്പിച്ചത് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ കമ്മിറ്റിയിലേക്ക് ഞാൻ വരുമ്പോൾ ആ കമ്മിറ്റിയുടെ ചുമതലകൾ എന്താണ് എന്നുള്ളത് ഞാൻ യഥാർത്ഥത്തിൽ ഒന്ന് കാഷ്വലായി എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ചോദിച്ചതായിരിക്കും, അല്ലാതെ പഠിച്ചിട്ട് വരൂ എന്നുള്ളതായിരിക്കില്ല ഉപയോഗിച്ചത്, മനസ്സിലാക്കി വരൂ എന്നായിരിക്കും ഉദ്ദേശിച്ചത്. അതല്ല, എന്നിട്ട് എന്നോട് പറഞ്ഞു തരൂ, അപ്പൊ ഞാനും കൂടി അതിന്റെ ഭാഗമാകാം എന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അത് എനിക്കൊരു സ്വയം തയ്യാറെടുപ്പിന് അതൊരു ആദ്യത്തെ അനുഭവമായിരുന്നു എന്ന് സൂചിപ്പിച്ചാണ്. ഞാനത് ഇവിടെ പറയാൻ കാര്യം, അത് കേട്ടപ്പോൾ എനിക്കൊരു സംഘടനാ പ്രവർത്തനത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ സംഘാടകനായി നിന്നവർക്കാണ് അങ്ങനെ ഒരു തോന്നൽ വരിക. വെറുതെ എന്തിലെങ്കിലും പോയി ഇരുന്ന് ഒരു കമ്മിറ്റി കൂടി പിരിഞ്ഞു വിടുക എന്നല്ല, അതിനൊരു രീതിയുണ്ട്, എന്താണ് അതിൻ്റെ റോള് എന്നത്. അതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പം അങ്ങ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ ദീർഘകാലം ഉണ്ടായിരുന്ന ആളാണ്. കൊടിയ മർദ്ദനങ്ങളും സ്വാഭാവികമായും ചെറുപ്പകാലത്ത് ഏറ്റുവാങ്ങിയിട്ടുണ്ടാവും. അങ്ങയുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞങ്ങളെല്ലാവരും പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ യുവാക്കൾക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല, അറിയേണ്ടുന്ന ഒന്നാണ് എന്ന് ഞാൻ കരുതുന്നതാണ്. ആ ഒരു രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന സാഹചര്യം,
ഒന്ന് മാതാപിതാക്കളെ വളരെ ചെറിയ പ്രായത്തിൽ നഷ്ടപ്പെട്ട ഒരാളെ സംബന്ധിച്ച് CPIM പോലെ വിപ്ലവകരമായ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുക എന്ന് തീരുമാനിച്ചാൽ പലരും ചുറ്റും നിന്ന് ജീവിതം ഇല്ലാതായി പോവും എന്ന് പറയാനിടയുണ്ട്. പക്ഷേ അങ്ങനെയല്ല, ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി തന്നെ നിൽക്കാം എന്ന തീരുമാനം, അതിനുശേഷം മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയപ്പോഴും പിന്തിരിഞ്ഞോടാതിരുന്ന നിലപാട്, അതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കാമോ? അത് നിലവിലെ തലമുറയ്ക്ക് വളരെ അത്യാവശ്യമായി അറിയേണ്ടുന്ന ഒന്നാണ്. അല്ല, ഞാൻ ബാലസംഘത്തിലൂടെയാണ് പൊതുരംഗത്തിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത്. ഒപ്പം SFI 1970 രൂപീകൃതമായ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിപ്ലവ പ്രസ്ഥാനമാണ്, വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. അപ്പോൾ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് അതിൻ്റെ പ്രവർത്തനം വളരെ വിപുലീകൃതമായ രീതിയിൽ മുന്നോട്ട് പോയത്. സർവകലാശാല യൂണിയനുകൾ, സ്കൂൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ്, ITI, പോളിടെക്നിക്, എല്ലാ തിരഞ്ഞെടുക്ക, സെനറ്റ്, സിൻഡിക്കേറ്റ്, അവിടെയെല്ലാം SFIയുടെ സാരഥികൾ തിരഞ്ഞെടുക്കപ്പെടുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ് വലിയ അളവിൽ. എന്നാൽ 80-ന് ശേഷവും SFI പ്രസ്ഥാനത്തിന് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരികയും വിദ്യാഭ്യാസ രംഗത്ത് ഈ 82-87 UDF ഗവൺമെൻറ് വികലമായിട്ടുള്ള ഒരു വാണിജ്യവൽക്കരണ താല്പര്യത്തോടു കൂടിയുള്ള പല നടപടികളും സ്വീകരിച്ചു. അപ്പോൾ ഇതിനെതിരായി ശക്തമായിട്ടുള്ള സമരങ്ങളാണ് അന്നത്തെ കാലത്ത് നടത്തേണ്ടതായി വന്നിട്ടുള്ളത്. ആ ഘട്ടത്തിൽ ഞങ്ങളെല്ലാം, ഞാൻ കുളത്തുമ്മൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് SFIയിൽ ചേരുന്നത്, 9ാം ക്ലാസ്സിൽ. അവിടെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു. അത് കഴിഞ്ഞ് കാട്ടക്കര ക്രിസ്ത്യൻ കോളേജിലാണ് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം. അന്ന് SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ഞങ്ങൾക്കൊരു വലിയ ആവേശമായിരുന്നു. ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്ക് സംഭാവന ചെയ്തു. ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം ഏറ്റവും നന്നായി കരുപിടിപ്പിക്കുന്നതിന് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ഞങ്ങൾക്ക് വളരെ പ്രയോജനകരമായി. മാത്രമല്ല, ഏറ്റവും ആവേശകരമായിട്ടുള്ള പ്രക്ഷോഭങ്ങളാണ് ഞങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടതായി വന്നിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ ഒരു പ്രത്യേകത, എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം നടപ്പിലാക്കണമെന്നുള്ളൊരു വല്ലാത്ത വാശി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഒരു പ്രായം അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. പിന്നെ നമ്മുടെ വ്യക്തി ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും ഏറ്റവും ഊഷ്മളമായിട്ടുള്ള സൗഹൃദങ്ങളെല്ലാം ഉണ്ടായത് SFIക്കകത്തുനിന്നാണ്. ഒരു സോഷ്യലിസം എന്ന പദത്തിൻ്റെ അർത്ഥവ്യാപ്തി എന്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആ ഘട്ടത്തിലാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതമാണ്, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമെന്നൊന്നും പറഞ്ഞാൽ പോരെ, ജീവിതമാണ്. എന്നെ ഇവിടെ ഗായത്രി സൂചിപ്പിച്ചതുപോലെ ചെറിയ പ്രായത്തിൽ ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മയും, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അച്ഛനും മരണപ്പെട്ടു പോയി. സ്വാഭാവികമായും ആ പ്രായത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെടുന്ന കുട്ടികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഊഹിക്കാവുന്നുള്ളതേ ഉള്ളൂ. ആ ഊഹിക്കാവുന്നതിനപ്പുറത്തേക്കുള്ള പ്രയാസങ്ങൾ വ്യക്തി ജീവിതത്തിൽ എനിക്ക് സഹിക്കേണ്ടതായി വന്നു. എന്നാൽ SFIയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു തുടങ്ങിയതിന് ശേഷം പിന്നെ പാർട്ടി ഓഫീസാണ് നമ്മുടെ ആസ്ഥാനം, അല്ലെങ്കിൽ വീട്. പാർട്ടി പ്രവർത്തകരാണ് നമ്മുടെ കുടുംബാംഗങ്ങൾ. അതിൽ മുതിർന്ന ആളുകളെല്ലാം നമ്മുടെ രക്ഷകർത്താക്കളും പ്രായത്തിൽ കുറഞ്ഞവരെല്ലാം നമ്മുടെ സഹോദരങ്ങളുമായിരുന്നു. അങ്ങനെ അവർ കൂടെ നിന്നാണ് നമ്മളെ വളർത്തിയത്. പാർട്ടി ചെറിയ പ്രായം തൊട്ട് തന്നെ എന്നെ സഹായിച്ചു എല്ലാത്തിനും. പാർട്ടി ഓഫീസിൽ താമസിച്ചാണ് ഒരു ഘട്ടത്തിൽ പഠിച്ചിരുന്നത്. അപ്പോൾ പാർട്ടി നേതാക്കളുമായും പാർട്ടി സഖാക്കളുമായും വല്ലാതെ ഒരു അടുപ്പം സ്ഥാപിക്കാനും അവരുമായിട്ട് ഇടപഴകി ജീവിക്കാനും എനിക്ക് കഴിഞ്ഞു. പിന്നെ 25-ാം വയസ്സിൽ തന്നെ ഞാൻ അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ കൗൺസിലറായി, കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയായി. അത് കഴിഞ്ഞ ഉടൻ സെനറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു, അക്കാഡമിക് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം SFIയും പാർട്ടിയുമായിട്ട് എന്നെ ഏൽപ്പിച്ചു. 95-ലെ തിരഞ്ഞെടുപ്പിൽ തന്നെ എന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാൻ പാർട്ടി
തീരുമാനിച്ചു. അപ്പോൾ തന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റുമാക്കി. അന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു ഞാൻ. ഒരു ഭരണപരിചയമോ അതിനുള്ളൊരു കഴിവോ ഇല്ലായിരുന്നൊരു ഘട്ടത്തിൽ പാർട്ടിക്ക് എന്നെ വിശ്വസിച്ച് ആ ചുമതല ഏൽപ്പിക്കാൻ കഴിഞ്ഞു. ഞാനത് പരമാവധി വിശ്വസ്തയോടുകൂടി തന്നെ നിറവേറ്റി. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അഭിമാനമുണ്ട്. അതിനുശേഷം ഇന്ന് വരെ കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കയ്യിൽ നിന്നും പോയിട്ടില്ല. ഇപ്പോൾ 7ാമത്തെ തവണയാണ് LDF സ്ഥിരമായിട്ട് വിജയിച്ചത്. അത് ജീവിതത്തിൽ ഏറ്റവും ആഹ്ലാദം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. പിന്നെ ഇന്ന് കാണുന്ന ഞാൻ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉൽപ്പന്നമാണ്. ഇങ്ങനെ സഖാക്കളെ കണ്ടെത്തി സഹായിക്കാനും നിലനിർത്താനും ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കല്ല വേറൊരു പാർട്ടിക്കും കഴിഞ്ഞിട്ടില്ല. എന്നെപ്പോലെയുള്ള എത്രയോ പേർ, ഒരുപാട് പേരുടെ പേര് ഇപ്പോൾ മനസ്സിലൂടെ ഓടിപ്പോവുകയാണ്. ഒരു പേരോ 2 പേരോ പറഞ്ഞ് തീരില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. പക്ഷേ ധാരാളം കേഡർമാരെ കണ്ടെത്തി ചുമതലകൾ ഏൽപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മാതൃക കാണിച്ചിട്ടുണ്ട് എപ്പോഴും CPIM. അതുകൊണ്ടാണ് ഇതുവരെ എത്താൻ വേണ്ടി കഴിഞ്ഞു. എൻ്റെ ഒരു കുടുംബ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയവുമായി ഒരു ബന്ധവുമില്ലാത്ത പശ്ചാത്തലമാണ്. ഇനി അവരെല്ലാം ഏത് ഭാഗത്ത് വിശ്വസിച്ചിരുന്നവരെന്ന് ചോദിച്ചാൽ വലതുപക്ഷ വിശ്വാസികളായിരുന്നിരിക്കും എന്നാണ് എൻ്റെ ഒരു ഊഹം. ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ അപ്പൂപ്പനെ അമ്മൂമ്മയെ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. അതിനു മുമ്പേ അവർ മരണപ്പെട്ടു പോയിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടു. ഞാൻ കുറച്ച് പ്രായമായതിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടവരെല്ലാം ഒരു വലതുപക്ഷ ചിന്താഗതിയുള്ളവരാണ്. അപ്പോൾ ഇടതുപക്ഷത്തേക്ക് വരേണ്ട ഒരു അന്തരീക്ഷം എനിക്കങ്ങനെ ആ പശ്ചാത്തലമില്ല. പക്ഷേ അങ്ങനെ ആയി എന്ന് ചോദിച്ചാൽ ഈ ഒന്നുമില്ലാത്തവൻ്റെ വികാരങ്ങളും ആഗ്രഹങ്ങളും സഫലീകരിക്കുന്നതാണ് സോഷ്യലിസം. മനുഷ്യനെ ചൂഷണം ചെയ്യാത്തൊരു വ്യവസ്ഥിതി, എല്ലാവരും തുല്യമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ ഉണ്ടാകും എന്ന് സ്കൂളിൽ ഞങ്ങൾ പഠിക്കുമ്പോൾ ഈ ഇൻ്റർവെൽ സമയത്ത് പുറത്തു വന്ന് നമ്മുടെ ചില പ്രാദേശികമായിട്ടുള്ള ആളുകൾ വിളിച്ചു കൂട്ടിയിരുത്തി പറയുമായിരുന്നു. അപ്പോൾ അത് എൻ്റെ ജീവിതത്തെ ബാധിക്കുന്നതാണ് ഈ പ്രത്യയശാസ്ത്രം എന്ന് എനിക്ക് തോന്നി. പിന്നെ അവരുടെ ഇടപെടൽ, സ്നേഹം, പരിചരണം, ഇതിൽ ഞാൻ ആകർഷനായി. അല്ല, പ്രത്യയശാസ്ത്രം പഠിച്ചിട്ടല്ല ആദ്യം ഞങ്ങളാരും SFIയിലേക്ക് ചേരുന്നത്. പിന്നെ അത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ കൂടുതലെടുത്തു, ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ പരമാവധി ചെയ്യാൻ ശ്രമിച്ചു. പൂർണ്ണമാണെന്നൊന്നും അവകാശപ്പെടുന്നില്ല, എന്നാലും അതുകൊണ്ടായിരിക്കാം കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചതെന്ന് ഞാൻ കരുതുകയാണ്. എന്നെപ്പോലെ ധാരാളം പേരെ വളർത്തിയെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അല്ലെങ്കിൽ നമ്മൾ എവിടെ എത്താൻ? ഒരിടത്തും എത്തില്ല. അതായിരുന്നു അന്നത്തെ ജീവിത സാഹചര്യം. പക്ഷേ ഇതിന് ഇടയിലും ചില പ്രതിസന്ധികൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മർദ്ദനം, ഇതൊക്കെ ഒരു ചെറുപ്രായത്തിൽ നമ്മളെ ഭയപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ ഒന്ന് മാറി നിൽക്കാമെന്ന് തോന്നിക്കുന്നതോ ആയ ഘടകങ്ങളല്ലേ? അല്ല, അത് ഞങ്ങളെല്ലാം SFIയിൽ പ്രവർത്തിക്കുമ്പോൾ ലോക്കപ്പിൽ മർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്, ലാത്തി ചാർജിന് വിധേയമാകേണ്ടി വന്നിട്ടുണ്ട്, ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ നടന്ന ഒരു ലാത്തി ചാർജുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ മർദ്ദനം. അത് മെഡിക്കൽ സമരവുമായി ബന്ധപ്പെട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഒരു ശക്തമായിട്ടുള്ള ലാത്തി ചാർജ് സമരം ഏകദേശം 16-18 ദിവസമായി നിരാഹാര സമരം. അപ്പോൾ ധാരാളം പെൺകുട്ടികളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ പോലീസ് ശക്തമായിട്ടുള്ള ഒരു ലാത്തി ചാർജാണ് നടത്തിയത്. ധാരാളം പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഈ പരിക്കേറ്റതിലോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംഘർഷത്തിനിടയിലോ കല്ലേറിലോ ഒരു പോലീസ് അന്നത്തെ കണ്ടോൺമെൻറ്റ് CA അടക്കമുള്ള ആളുകൾക്ക് പരിക്കേറ്റു. അങ്ങനെയാണ് ഞങ്ങളെ കുറച്ച് പേരെ അറസ്റ്റ് ചെയ്യുന്നത്. ഒരുപക്ഷെ നമുക്ക് മാറിപ്പോകാമായിരുന്നു. പക്ഷേ ഞങ്ങൾ മാറിപ്പോയാൽ കുറച്ച് പെൺകുട്ടികൾ പോലീസ് വലയത്തിനകത്ത് പെട്ടുപോയി. അപ്പോൾ അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ആ പോലീസ് വലയത്തിനടുത്തേക്ക് പോകേണ്ടതായി വന്നു ഞങ്ങൾക്ക് കുറച്ച് പേർക്ക്. അങ്ങനെയാണെന്ന് ഞങ്ങൾ പിടിക്കപ്പെടുന്നത്.
അപ്പോൾ ഒരു പോലീസ് ഓഫീസറുടെ പല്ല് പോയി, കല്ലേറിൽ കുറച്ച് പോലീസ് ഓഫീസർമാർക്ക് പരിക്കേറ്റു. അങ്ങനെയെല്ലാം കുറച്ച് പോലീസുകാർക്ക് പരിക്കേറ്റ് രക്തം ഒലിക്കുന്ന അവസ്ഥയിലാണ് പരിക്കേറ്റ കുറച്ച് പ്രവർത്തകരെ ഞങ്ങളെല്ലാം കൂടെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. സ്വാഭാവികമായും അതിൻ്റേതായിട്ടുള്ളൊരു വൈരാഗ്യം പോലീസ് സേനയ്ക്കുണ്ടായി. അവർ ആ നിലയിലുള്ള ആക്രമണം അഴിച്ചുവിട്ടു. അന്ന് ഈ കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലെടുത്ത ആളുകൾക്ക് നല്ല മർദ്ദനം ഏൽക്കേണ്ടതായി വന്നു. കുറച്ച് സമയത്തിനകത്ത് തന്നെ വി കെ നയനാർ, സുശീല ഗോപാലൻ, അങ്ങനെയുള്ള അന്നത്തെ സമുന്നതരായിട്ടുള്ള ധാരാളം നേതാക്കൾ അവിടെ വന്നു. ഞങ്ങളിൽ പരിക്കേറ്റ ആളുകളെല്ലാം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. കുറച്ച് പേരെ ഇവിടെ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി കൊണ്ടുപോയി. പക്ഷേ അങ്ങനെയെല്ലാം നമുക്ക് ഏൽക്കുമ്പോഴും അതിനോടൊരു പ്രയാസം അങ്ങനെ തോന്നിയിട്ടില്ല. കാര്യം ഇത് ഞങ്ങൾ ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗം, അല്ലെങ്കിൽ വിളിച്ച മുദ്രാവാക്യത്തിൽ അർത്ഥമുണ്ട്, അത് യാഥാർത്ഥ്യമാകേണ്ടതാണ് എന്നുള്ള ഒരു വിശ്വാസം നയിച്ചിരുന്നുകൊണ്ടാണ്. അപ്പോൾ അത് എല്ലാ കാലഘട്ടത്തിലും പ്രക്ഷോഭങ്ങൾ ഈസിയായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എല്ലാ ഡിമാൻഡുകളും അംഗീകരിച്ചില്ലെങ്കിലും പ്രക്ഷോഭം ഒരിക്കലും എളുപ്പത്തിൽ നമുക്ക് നടത്തിയെടുക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. കുറച്ച് പ്രയാസം സഹിക്കേണ്ടി വരും. അതിൻ്റെ പിന്നിലൊരു ത്യാഗമുണ്ട്, കുറച്ച് വേദന, സങ്കടം, കണ്ണുനീർ എല്ലാം വരും. അങ്ങനെയാണ് ലോകത്തുള്ള എല്ലാ സമരങ്ങളും വിജയിച്ചിട്ടുള്ളത്. എല്ലാ സമരങ്ങളുടെ, എല്ലാ പ്രക്ഷോഭങ്ങളുടെയും പിന്നിൽ ഞാൻ പറഞ്ഞ ഇത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ടാകും. അപ്പോൾ അങ്ങനെ SFI അന്ന് കാലത്ത് ഇന്നും നടത്തുന്ന സമരങ്ങളുടെ പിന്നിൽ അങ്ങനെ കുറേ പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് ആ പ്രയാസങ്ങളെ നമ്മൾ വ്യക്തി അധിഷ്ഠിതമായി നമുക്കങ്ങനെ മർദ്ദനമേൽക്കേണ്ടി വന്നു, അത് ഈ ഇതിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ്, അങ്ങനെ നമുക്കൊരിക്കലും തോന്നില്ല. നമ്മളിതിൻ്റെ ഭാഗമായി സമർപ്പിതമായിട്ട് അങ്ങ് നിൽക്കും. അത് ഇതിനോടുള്ള ഒരു പ്രതിബദ്ധതയാണ്, കൂറാണ്. അതിലുള്ളിലുള്ളിടത്തോളം കാലം പിന്നെ ബാഹ്യമായി സംഭവിക്കുന്നതിനൊന്നും നമ്മൾ ഒരു പരിധിക്കപ്പുറത്ത് ഗൗരവത്തിലെടുക്കാറില്ല. പക്ഷേ ഞങ്ങൾക്കെല്ലാം, അന്നത്തെ കാലഘട്ടത്തിലെ വിദ്യാസംഘടനാ പ്രവർത്തകർക്കെല്ലാം പാർട്ടി ഈ മർദ്ദനമേറ്റതിന് ശേഷം മികച്ച ചികിത്സയാണ് നൽകിയത്. അല്ലെങ്കിൽ ജീവിച്ചിരിക്കാൻ പറ്റില്ല ഞങ്ങൾ പലർക്കും. അത്രത്തോളം മർദ്ദനം കിട്ടിയപ്പോൾ ഞാനല്ല, എന്നോടൊപ്പമുള്ള പലർക്കും എന്നെക്കാൾ എത്രയോ മടങ്ങ് പല ഘട്ടങ്ങളിലും മർദ്ദനം അനുഭവിക്കേണ്ടി വന്ന സഖാക്കൾ ഉണ്ടായിരുന്നു. അവരെ എല്ലാം താങ്ങി നിർത്തുന്നതിൽ മികച്ച ചികിത്സ ഈ മർദ്ദനത്തിനൊക്കെ ശേഷം ജയിൽവാസം എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നൽകുന്നതിനൊക്കെ പാർട്ടി ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഇപ്പോൾ അങ്ങേക്ക് സാധാരണ ആ കാലഘട്ടത്തിലെ ഒരു പാർട്ടി പ്രവർത്തകനേക്കാൾ കൂടുതൽ പാർട്ടി പ്രാദേശിക നേതാക്കളെയും അല്ലെങ്കിൽ മേൽത്തട്ടിലുള്ള നേതാക്കളെയും ഒക്കെ നേരിട്ട് പരിചയപ്പെടാൻ, ഇടപെടാൻ സാധിച്ചിട്ടുണ്ട്, അതിനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായതിൽ വളരെ പ്രചോദനമായി തോന്നിയ ഒരു നേതാവ് എന്ന് പറയാൻ കഴിയുമോ? അതെനിക്ക് അങ്ങനെ ചോദിക്കുന്നത് ശരിയാണോ എന്നറിയില്ല, എന്നാലും അങ്ങനെ ഒറ്റ തിരിഞ്ഞ് എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ കഴിയില്ല. ധാരാളം നേതാക്കൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്, എന്നെ സഹായിച്ച് നിർത്തിയിട്ടുണ്ട്. പാർട്ടിയുടെ അന്നത്തെ കാലത്തെ ജില്ലാ സെക്രട്ടറിമാരായിരുന്ന സത്യനേശ സാബ്, അതിനുശേഷം വന്നിട്ടുള്ള സെക്രട്ടറിമാർ, കാട്ടാക്കടയിൽ ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ച് അന്തരിച്ചുപോയ ഇ തങ്കരാജ്, പാർട്ടിയുടെ പ്രാദേശിക നേതാവായിരുന്ന പീതാംബരൻ നായർ, അങ്ങനെയൊക്കെയുള്ള നേതാക്കളെല്ലാവരും അതാത് കാലഘട്ടങ്ങളിൽ നല്ല നേതൃത്വമാണ് ഞങ്ങൾക്ക് തന്നിരുന്നത്. ഞങ്ങളുടെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ച് ഞങ്ങളെ തിരുത്തി, ശാസിക്കേണ്ടടുത്ത് ശാസിച്ചും സ്നേഹിക്കേണ്ടടുത്ത് സ്നേഹിച്ചും ഞങ്ങളിലെ കമ്മ്യൂണിസ്റ്റുകാരനെ നല്ല മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അവരെല്ലാവരും നേതൃത്വം നൽകിയിട്ടുണ്ട്. അവരിലെല്ലാവരിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗുണങ്ങൾ കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവരുടെ എല്ലാവരുടെയും സംഘടനാ ജീവിതത്തിലെ ഗുണങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന മെച്ചങ്ങൾ അത് നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൽ പകർത്താനും, അതേപോലെ അത്രത്തോളം അവരെ പോലെ ആകാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും അവരുടെ ഗുണങ്ങൾ പരമാവധി സ്വാംശീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടലൊക്കെ ഞങ്ങൾ പിൽക്കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ CPIM തന്നെ ജീവിതമായിട്ടുള്ള ഒരാളോട് ഒഴിവ് സമയം കിട്ടുമോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയില്ല. മുഴുവൻ സമയ പ്രവർത്തകനും കൂടി
എന്നാലും ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന കുറച്ച് സമയം, ഒരു ഫ്രീ ടൈം അങ്ങനെ ഒന്ന് കിട്ടിയാൽ അങ്ങ് പാട്ട് കേൾക്കാനാണോ സിനിമ കാണാനാണോ എന്താണ് ആഗ്രഹിക്കുക? അങ്ങനെ ഒരു വശം ഉണ്ടാവുമല്ലോ. ഇത്ര കർക്കശക്കാരനാണ് അത് മാത്രമാണ് അങ്ങ് എന്ന് ഞാൻ കരുതുന്നില്ല. ഒരു വശം അങ്ങനെ ഉണ്ടാവുമല്ലോ. ഞാനൊരു കർക്കശക്കാരനെ അല്ല. അല്ല, അങ്ങനെ ഒരു രീതി എനിക്കില്ല. തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഒരു പരിധി വരെ നിൽക്കും. അപ്പോൾ കർക്കശമാറ്റം വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് തീരുമാനങ്ങൾ നടപ്പിലാക്കാനും നിലപാടുകൾ വിജയിപ്പിക്കാനും നിലപാടുകൾ കാണുമല്ലോ, ആ നിലപാട് വിജയിക്കണ്ടേ. അല്ലാതെ ഈ ഫ്രീ ടൈം എന്നുള്ളൊരു ഇത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വരാറില്ല. കാര്യം എല്ലാ സമയത്തും എന്തെങ്കിലും ഉത്തരവാദിത്വങ്ങൾ ഏൽക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഒന്നുകിൽ സംഘടനാ രംഗത്ത്, അല്ലെങ്കിൽ പാർലമെൻ്ററി രംഗത്ത്. സംഘടനാ രംഗത്ത് ഞാൻ 20 വർഷം പാർട്ടി സെക്രട്ടറിയായി തന്നെ പ്രവർത്തിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി, ലോക്കൽ സെക്രട്ടറി, ഏരിയ സെക്രട്ടറി എന്നീ ചുമതലകൾക്ക് വേണ്ടി. അത് ഒരു വലിയ കാലഘട്ടമാണ്, 20 വർഷം. പിന്നെ പാർലമെൻ്ററി രംഗത്തും 20 വർഷം പ്രവർത്തിച്ചു. 2 പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ, ഒരിക്കൽ ബ്ലോക്കിലെ ചെയർമാൻ, ഇപ്പോൾ MLA. അപ്പോൾ അങ്ങനെ തന്നെ നോക്കുമ്പോഴന്നെ വലിയൊരു കാലയളവ് നമുക്ക് ഏറ്റെടുക്കേണ്ടതായി വന്നു. ഇനി കല്യാണം കഴിഞ്ഞതിന് ശേഷം ആണ് കുറച്ച് സമയമെങ്കിലും എപ്പോഴെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകൾ. അതുവരെ വ്യക്തിപരമായിട്ടുള്ളൊരു ജീവിതം എന്ന് പറഞ്ഞൊരു ജീവിതം ഉണ്ടെന്ന് കരുതിയിട്ടില്ല. ഈ സമയം കിട്ടണമെന്ന് ആഗ്രഹിക്കാറുണ്ട്, പലപ്പോഴും അത് ലഭ്യമാകാറില്ല. ചില കാര്യങ്ങൾക്ക് നമുക്ക് കുടുംബപരമായിട്ട് എവിടെയെങ്കിലും പോകാനോ, ഒരു വിവാഹത്തിൽ സംബന്ധിക്കാനോ, ഒരു മരണവീട് സന്ദർശിക്കാനോ ഒക്കെ കുടുംബസഹിതം പോകേണ്ടി വന്ന് ഭാര്യയോടും മക്കളോടും എല്ലാം റെഡിയായി നിൽക്കാൻ പറഞ്ഞിട്ട് അവർ റെഡിയായി നിന്നതിന് ശേഷം ഒഴിവാവേണ്ടി വന്ന ധാരാളം സന്ദർഭങ്ങളുണ്ട്. അവർക്കതിൽ ദേഷ്യമുണ്ടോ? അല്ല, അവർക്കതിൽ മനപ്രയാസം വല്ലതും മനസ്സിൽ തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് നമ്മളങ്ങനെ അത് ചോദിച്ചാൽ മനപ്രയാസം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് ആവർത്തിക്കാൻ പറ്റില്ല. ഇതേപോലെ വീണ്ടും ആവർത്തിക്കേണ്ടി വരുമല്ലോ. പക്ഷേ മനഃപൂർവ്വമായിട്ട് അങ്ങനെ നമ്മൾ ഒഴിവാക്കാറില്ല. ഈ നമ്മൾ നിൽക്കുന്ന ചുമതലകളുടെ ഭാഗമായി പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ സിനിമ കാണാൻ ആഗ്രഹമുണ്ട്, നല്ല ആഗ്രഹം. പണ്ട് തൊട്ടേ ഒരു ദിവസം 3 സിനിമ കണ്ട ചരിത്രമുണ്ട്. അന്ന് തിരുവനന്തപുരത്ത് വരണമെങ്കിൽ പൈസ ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ 3 സിനിമ കണ്ടിട്ട് പോകണം. അപ്പോൾ ഒന്നുകിൽ മോർണിംഗ് ഷോ, മാറ്റിനി, ഫസ്റ്റ് ഷോ, അല്ലെങ്കിൽ മാറ്റിനി, ഫസ്റ്റ് ഷോ, സെക്കൻഡ് ഷോ, ഇങ്ങനെ അപ്പോൾ ഇറങ്ങിയിട്ടുള്ള എല്ലാം കണ്ടിട്ടേ പോവുള്ളൂ. എപ്പോഴെപ്പോഴും തിരുവനന്തപുരത്ത് വരാൻ പണമില്ല എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ സിനിമയോടൊരു വലിയ കമ്പം ഉണ്ടായിരുന്നു. പിന്നെ സമയം, ഈ ഷോ തുടങ്ങുന്ന സമയം നമ്മൾ ഫ്രീ ആവില്ല ഒരിക്കലും, സെക്കൻഡ് ഷോയ്ക്ക് പോലും. എന്നാൽ കുടുംബവുമായി പോയി കുറേ സിനിമകൾ കണ്ട അനുഭവങ്ങളും ഉണ്ട്. അവസാനമായി കണ്ടത് ഓർക്കുന്നുണ്ട്? ARM എന്നാണ് എൻ്റെ ഓർമ്മ. അതാണ് എൻ്റെ അവസാനം എല്ലാവരുമായിട്ട് പോയി, എല്ലാവരും അല്ല, ഞാനും കണ്ട സിനിമ എന്നാണ് എൻ്റെ ഓർമ്മ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. സിനിമയൊക്കെ ഇഷ്ടപ്പെട്ടു. സിനിമ നമ്മുടെ ഒരു ധാരാളം സിനിമകൾ വ്യക്തമായിട്ടുള്ള സന്ദേശം നൽകുന്നതാണ് സമൂഹത്തിന്. അതിലെ കഥയെന്ന് പറഞ്ഞാൽ മനുഷ്യനെ സ്വാധീനിക്കുന്നതും മനുഷ്യൻ ഉൾക്കൊള്ളേണ്ടതോ ജീവിതത്തിൽ പലപ്പോഴും ഉപേക്ഷിക്കേണ്ടതോ ആയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ സിനിമ കാണുന്നതിലൂടെ, ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളതിന് ഉപരി അത് മനുഷ്യൻ്റെ വ്യക്തി സാമൂഹിക ജീവിതത്തെ സ്വാധീനിക്കുന്നതാണ്. അതിഷ്ടമാണ്. പിന്നെ സ്ഥിരമായി ചെറിയ പ്രായത്തിൽ ഗാനമേള എവിടെ ഉണ്ടെങ്കിലും പാട്ട് കേൾക്കാൻ പോകുന്നു, കിലോമീറ്ററുകൾ സഞ്ചരിച്ച്. പാട്ട് പാടുവോ? പാടില്ല, പാടാനുള്ള കഴിവില്ല. അത് ഞാൻ ചോദിക്കുന്നുണ്ട്, പാടിക്കാന്ന് വിചാരിച്ച് പറയുന്നതാണ്. അതല്ല, അങ്ങനെയല്ല. അല്ല, പാട്ട് പാടാൻ അതൊരു കഴിവുള്ളവരെ കൊണ്ടല്ലേ പറ്റുള്ളൂ. എല്ലാവരെ കൊണ്ടും കഴിയുന്നുണ്ട്. അതിനൊരു സിദ്ധി വേണം, എന്നാലേ അതിന് കഴിയും. എനിക്കതില്ല. പക്ഷേ നല്ല ആസ്വാദകനാണ്, ഗാനാസ്വാദകൻ. പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള ഗായകൻ ആരാണ്? യേശുദാസ് തന്നെ ആണ്. പിന്നെ അദ്ദേഹത്തിന് വെല്ലാൻ ആരും ഇല്ല. ഇപ്പം അങ്ങ് മണ്ഡലത്തിലെ സർക്കാർ പദ്ധതികൾ സൂചിപ്പിച്ചു. അതെ. അതിൽ ഇപ്പം 150 പാലങ്ങൾ പണിത സർക്കാരിൻ്റെ 5 പാലങ്ങൾ അങ്ങ് തട്ടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് മണ്ഡലത്തിൽ, മിടുക്കനായ MLA ആയി. അങ്ങനെ പക്ഷേ വളരെ അറ്റാച്ച്മെൻറ്റ് തോന്നുന്ന പലതും നമുക്ക് മണ്ഡലത്തിലുണ്ടാവും, വൈകാരികമായി കാണുന്നത്. അത് ഒരു ചോദ്യം അതാണ്. അതോടൊപ്പം
അങ്ങനെയുള്ള കാര്യവും അതിനോട് ചേർന്ന് ആളുകൾ, അരുവിക്കര മണ്ഡലത്തിലെ ആളുകൾ വരും തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനവും എന്തായിരിക്കും? അല്ല, എനിക്ക് വൈകാരികമായി തോന്നിയതും അത് ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞതുമായിട്ടുള്ള പ്രോജക്റ്റ് ബോണക്കാട് ലയങ്ങളിൽ ജീവിക്കുന്ന 183 ലയങ്ങളിൽ ജീവിക്കുന്ന അവിടുത്തെ തോട്ടം തൊഴിലാളികളുടെ ഈ ലയങ്ങളുടെ ശോചനീയാവസ്ഥയാണ്. ഞാൻ ഈ ഇലക്ഷൻ അവിടെ വോട്ട് പിടിക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് അപ്പോഴാണ് ഞാൻ അവിടെ പോകുന്നത്. വിതുരന്ന് 20 കിലോമീറ്റർ അപ്പുറത്താണ് ഈ ബോണക്കാട്. മനോഹരമായിട്ടുള്ള സ്ഥലമാണ് മഹാവീർ പ്ലാന്റേഷൻ. ആ പ്ലാന്റേഷൻകാർ ആ പ്ലാന്റേഷൻ പൂട്ടിപ്പോയി, തോട്ടം പൂട്ടിപ്പോയി. ജോലിയും കൂലിയും ഇല്ലാത്ത കുറേ പാവങ്ങളാണ് അവിടെ ജീവിക്കുന്നത്. അവർ ഈ ജംഗ്ഷനിൽ നിന്നും തൊട്ടടുത്തുള്ള ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് വിതുരന്ന് 20 കിലോമീറ്റർ അപ്പുറത്താണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോൾ ഈ ലയങ്ങളുടെ അവസ്ഥ ഞാൻ കണ്ടു. എന്നാലും ആളുകളെ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. പലരും ഈ ലയങ്ങളുടെ പ്രയാസം ചൂണ്ടിക്കാണിച്ചു. അതിലൊരു പ്രായമായ ഒരു പിതാവ് അദ്ദേഹം പറഞ്ഞു, ഈ മഴയും കാറ്റുമുള്ള സമയത്ത് ഞങ്ങൾ ഉറങ്ങാറില്ല. കാര്യം ഇത് ഇടിഞ്ഞ് ഞങ്ങളെ പുറത്തുകൂടെ വീണ് ഞങ്ങൾ മരിച്ചു പോകുമെന്നുള്ള ഭയം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഇരുന്ന് വെളുപ്പിച്ച ദിവസങ്ങളുണ്ട് എന്ന്, രാത്രി ഉറങ്ങാതെ ഇരുന്ന് വെളുപ്പിച്ച സമയങ്ങളുണ്ടെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അത് ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു വാക്കുകളായിരുന്നു. കാരണം ഒരു മനുഷ്യന് കിടന്നുറങ്ങാൻ കഴിയാതെ അവൻ ഇരുന്ന് നേരം വെളുപ്പിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത കാര്യമാണ്. അപ്പോൾ ഞാൻ വിജയിക്കുകയും LDF ഗവൺമെൻറ് തിരിച്ചു വരികയും ചെയ്താൽ ഈ ലയങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ കൊണ്ടാണ് നടന്നത്. അത് നിയമസഭയിൽ ഉന്നയിച്ചു, സബ്മിഷനായി. നമ്മുടെ ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാലും തൊഴിൽ വകുപ്പിൻ്റെ വിദ്യാഭ്യാസ വകുപ്പും തൊഴിൽ വകുപ്പും കൈകാര്യം ചെയ്യുന്ന ശ്രീ വി ശിവൻകുട്ടി അവர்களுം കൂടെ ആ ലയങ്ങൾ സന്ദർശിക്കാൻ വന്നു. ഞാൻ കൊണ്ടുപോയി അവിടെ വന്ന് അവർ ഈ ലയങ്ങളെല്ലാം കണ്ട് അവർ തിരുവനന്തപുരത്തെത്തി. ലയങ്ങളുടെ പുനരുദ്ധാരണത്തിൽ പ്രവർത്തിക്കുന്ന ലയങ്ങളുടെ അത് ആ തോട്ടം പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ 2015 പൂട്ടി. എന്നിട്ടും ലയങ്ങളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി 10 കോടി രൂപയാണ് ബഡ്ജറ്റിൽ വെച്ചിരുന്നത്. 10 കോടി രൂപ. അതിൽ 4 കോടി രൂപ പ്ലാന്റേഷൻ റിലീഫ് ഫണ്ടിൽ നിന്ന് 2 കോടി രൂപയും ഈ ലയങ്ങളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി നീക്കി വച്ചിരുന്ന 10 കോടിയിൽ നിന്ന് 2 കോടി രൂപയുമായിട്ട് 4 കോടി രൂപ ലയങ്ങളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി സർക്കാർ ഉത്തരവാവുകയും അതിൻ്റെ ശിലാസ്ഥാപനത്തിന് വേണ്ടി നമ്മുടെ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവர்களுം പ്ലാന്റേഷൻ്റെ ചുമതലയുള്ള P രാജീവ് മിനിസ്റ്ററും വ്യവസായ വകുപ്പ് മന്ത്രി അദ്ദേഹം കൂടെ അവിടെ വരികയും ചെയ്തു. നമ്മൾ നിർമ്മിതി കേന്ദ്രത്തിന് തന്നെ ഏൽപ്പിച്ചു. കളക്ടറുടെ നേതൃത്വത്തിലാണല്ലോ ജില്ലാ നിർമ്മിതി കേന്ദ്രം. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകദേശം അവസാന ഘട്ടത്തിലാണ്. പണിയല്ല, മേൽക്കൂര മാത്രമേ മാറ്റുള്ളൂ. ബാക്കി ലയങ്ങളെല്ലാം ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിൽ ചെയ്തതാണ്. പഴയ കാലഘട്ടത്തിൽ മേൽക്കൂരയാണ് നമ്മൾ മാറ്റിക്കൊടുക്കുന്നത്. 4 കോടി രൂപ അതിനു വേണ്ടി അനുവദിച്ചു. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചെയ്ത പ്രവൃത്തികളിൽ ഏറ്റവും കൂടുതൽ മനസ്സിന് സന്തോഷം തോന്നിയ ഒരു പ്രോജക്റ്റ്. അവർക്ക് ഇനി ഈ ലയങ്ങളുടെ പുനരുദ്ധാരണ പണി പൂർത്തിയാകുമ്പോൾ മരണഭയമില്ലാതെ അവരുടെ ആ വീട്ടിൽ താമസിക്കാൻ വേണ്ടി കഴിയും, നന്നായി ഉറങ്ങാം. അതിനു വേണ്ടി പ്രയത്നിക്കാൻ എനിക്കൊരവസരം കിട്ടി എന്നുള്ളത് ഞാൻ ഒരിക്കലും മറക്കാത്തൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം MLA ഫണ്ടിൽ നിന്നുള്ളൊരു പ്രോജക്റ്റാണ് നമ്മുടെ കല്ലാറിൽ 20 വർഷത്തിനിടയിൽ 36 പേരാണ് വെള്ളത്തിൽ മുങ്ങി മരിച്ചത്. ഈ 36 പേരും അന്യപ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകളായിരുന്നു. അവിടുത്തെ കയങ്ങളുടെ താഴ്ച അവർക്ക് അറിയാൻ കഴിയില്ല. അങ്ങനെ അവസാനം ഒരു 2 വർഷത്തിന് മുമ്പ് ഒരു കുടുംബത്തിലെ 3 പേർ അവിടെ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. അതിലൊരു 17 വയസ്സുകാരനുണ്ടായിരുന്നു, ഒരു 28 വയസ്സുകാരനുണ്ടായിരുന്നു, ഒരാൾ അധ്യാപകനായിരുന്നു, ഒരാൾ പോലീസുകാരനായിരുന്നു. ആ ശവശരീരങ്ങൾ വിതുര താലൂക്ക് ആശുപത്രിയിൽ പോയി കണ്ട രംഗം എൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല.
അപ്പോൾ അവിടെ ഇറങ്ങാൻ പാടില്ല, അവിടെ അപകടകരമായിട്ടുള്ള കയം ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതായിരുന്നു. കാര്യം ആ നാട്ടിലുള്ള ആരും മരണപ്പെട്ടിട്ടില്ല, കാര്യം അവർക്കറിയാം അപകടമായ കയങ്ങളാണ്. അത് മനസ്സിലാക്കാൻ കഴിയാത്തവരാണല്ലോ 36 പേര് അവിടെ മരണപ്പെട്ടത് എന്നുള്ളത് മനസ്സിനെ വിഷമിപ്പിച്ചൊരു സംഭവമാണ്. ഞങ്ങൾ ആ അപകടകരമായിട്ടുള്ള കയങ്ങളുടെ സൈഡിലെല്ലാം ഫെൻസിങ് കെട്ടി ബോർഡും വെച്ചു. അതിനുശേഷം ഇത്രയും നേരം അവിടെ ഒരു അപകടം ഉണ്ടായിട്ടില്ല. അത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അത് മനുഷ്യൻ്റെ ജീവനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമെന്ന് തോന്നിക്കൊണ്ടാണ് നമ്മൾ ആ പ്രോജക്റ്റ് ഏറ്റെടുത്തത്. അങ്ങനെ പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഞാൻ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ, ആരോഗ്യ മേഖലയിലുള്ള കാര്യങ്ങൾ, അവിടെയെല്ലാം ഉള്ള ആളുകളിൽ മഹാഭൂരിപക്ഷവും സർക്കാർ ആശുപത്രിയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം വികസനത്തിന് വേണ്ടി കൃത്യമായും ആലോചിച്ചുറച്ച് തന്നെ പ്രോജക്റ്റുകൾ രൂപീകരിക്കാനും സർക്കാരിനെ കൊണ്ട് അത് നടപ്പിലാക്കാനും വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി കഴിഞ്ഞു. ആ നിലയിൽ മനസ്സിന് ഇപ്പോൾ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളത് ഏതൊരു ജനപ്രതിനിധിയുടെ ചുമതലയാണ്, ഉത്തരവാദിത്വമാണ്. അതെല്ലാവരും ചെയ്യുന്നുണ്ട്, ഞാൻ മാത്രമല്ല. പക്ഷേ ഇങ്ങനെ ചില തീർത്തും വൈകാരികമായിട്ടുള്ളതും തീർത്തും സാധാരണക്കാരനോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയുന്നതുമായിട്ടുള്ള പ്രോജക്റ്റുകൾ, അങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ തന്നെയാണ് ഓർമ്മ വരുന്നത്. നമ്മളൊരു കാലഘട്ടത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന, നേരിടേണ്ടി വന്ന പ്രയാസങ്ങളുണ്ടല്ലോ. ആ പ്രയാസങ്ങളെ തരണം ചെയ്യാൻ പാർട്ടി നമ്മളെ സഹായിച്ചതുകൊണ്ട് നമുക്ക് എത്താൻ പറ്റി. നമ്മൾ അങ്ങനെ എത്തുമ്പോൾ നമ്മളുടെ പ്രയത്നം അത്തരത്തിൽ സമൂഹത്തിൽ ദുർബലരായി നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. വികസനമെന്ന് പറഞ്ഞാൽ നമ്മൾ റോഡുകളും പാലങ്ങളും കെട്ടിടങ്ങളും മാത്രമല്ല, മനുഷ്യൻ്റെ ദൈന്യതയാർന്ന മുഖത്തിന് പുഞ്ചിരി തൂക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള വികസനം നടപ്പിലായി എന്ന് അവകാശപ്പെടാൻ വേണ്ടി കഴിയും. അങ്ങനെ നമ്മുടെ മുന്നിൽ വന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിലെല്ലാം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഇടപെടൽ നടത്താൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു പരിധിവരെ വിജയിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ദൈനംദിനം അല്ലെങ്കിൽ മുഴുവൻ നേരവും പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ, അങ്ങനെ ഒരാൾ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ക്രൂരതയല്ലേ അത്? ആ കുടുംബത്തെ ഇത്രയും പരിഗണിക്കാൻ കഴിയാത്ത ഒരാളാണ് എന്നത് വളരെ വ്യക്തമാണല്ലോ. എന്നാലും അങ്ങനെ ഒരാൾ തയ്യാറായി, അങ്ങേ ജീവിതത്തിൽ സ്വീകരിക്കാനും തയ്യാറായി എന്നത് ആ കുടുംബത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുകയായിരുന്നു. അല്ല, അതിലൊരു വസ്തുതയുണ്ട്. ഞങ്ങളുടെ പാർട്ടിയുടെ പഴയകാല നേതാക്കളിൽ ധാരാളം പേർ വിവാഹിതരായിരുന്നില്ല. നമ്മുടെ കേരളത്തിൽ ധാരാളം പേരുകൾ, ഇവിടെ ഞങ്ങളുടെ പാർട്ടിയുടെ തിരുവിതാംകൂർ മേഖലയിലെ പ്രധാന നേതാവായിരുന്ന കാട്ടായിക്കോണം വി ശ്രീധർ തൊട്ട് AP വർക്കി തൊട്ട് അങ്ങനെ ധാരാളം പേരുടെ പേര് പറയാൻ കഴിയും. അവർ ജീവിതം പാർട്ടിക്കും ജനങ്ങൾക്കും വേണ്ടി സമർപ്പിച്ചതുകൊണ്ടാണ്. അത്തരത്തിലുള്ളൊരു സാഹചര്യം ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തില്ല. കുറച്ചുകൂടെ പാർട്ടി വളർന്നു, സാഹചര്യങ്ങൾ വളർന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒറ്റപ്പെട്ടു പോയൊരു ജീവിതമാണല്ലോ. അച്ഛനമ്മയൊന്നുമില്ല, ഒരു സഹോദരനാണുള്ളത്, അയാൾ വേറെയാണ് താമസിക്കുന്നത്. അപ്പോൾ കുടുംബം വേണം, ഒറ്റപ്പെട്ടു പോകാതിരിക്കണം. അങ്ങനെ ആലോചിക്കുമ്പോഴും ഒരു കുടുംബത്തെ നയിക്കാനുള്ള സ്വന്തമായിട്ടുള്ള വീട്, സ്വന്തമായിട്ടുള്ള വരുമാനം, ഇങ്ങനെ പലതും നോക്കുമല്ലോ, സമൂഹം നോക്കുമല്ലോ, അല്ലെ കല്യാണം കഴിക്കാൻ തയ്യാറാകുന്ന പെൺകുട്ടിയുടെ വീട്ടുകാർ നോക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പ്രതിബന്ധത്തിൽ നിൽക്കുമ്പോഴും ഇപ്പോൾ എൻ്റെ ഭാര്യയുടെ വീട്ടുകാർ കല്യാണ ആലോചന വന്ന സമയത്ത് അവർ സധൈര്യം അന്ന് പറഞ്ഞു, ഒന്നുമില്ലാത്ത ഇയാളോടെ പെണ്ണിനെ അയച്ചാൽ എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കും, യവനെല്ലാം എത്ര കാലമാണ് അകത്ത്, എത്ര കാലമാണ് വെളിയിലെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ കുടുംബത്തെ ഭയപ്പെടുത്തിയവരുണ്ട്. പക്ഷേ എൻ്റെ ഭാര്യയുടെ അമ്മ, അച്ഛൻ മരണപ്പെട്ടു പോയിരുന്ന അമ്മ ശക്തമായിട്ടുള്ളൊരു നിലപാടെടുത്തു. എന്തോ വരട്ടെ, ഇയാൾക്ക് എന്നെ കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അതിനെൻ്റെ ഭാര്യയും തയ്യാറായി. അപ്പോൾ അവൾ ടീച്ചറാണ്. അപ്പോൾ അവർ കുറച്ച് സഫർ ചെയ്യുന്നു സഫർ ചെയ്യുന്നില്ലേന്ന് ചോദിച്ചാൽ സത്യസന്ധമായി പറഞ്ഞാൽ സഫർ ചെയ്യുന്നുണ്ട്. ഒരു സാധാരണ മനുഷ്യരിൽ ഭർത്താവിൽ നിന്ന് കിട്ടുന്ന പരിചരണങ്ങളോ കൂടെ നിൽക്കാനുള്ള സമയമോ എനിക്ക് കിട്ടാറില്ല.
മക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ. മറ്റൊരു മക്കൾക്ക് അച്ഛനെ അടുത്ത് കിട്ടുന്ന സമയം അത്രയും നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ MLA ആയതിനു ശേഷം എനിക്ക് തന്നെ കുറ്റബോധം തോന്നിയിട്ടുണ്ട്. പിള്ളേർ വന്ന് നോക്കിക്കൊണ്ട് നിന്നാൽ അവരെ അഡ്രസ്സ് ചെയ്യാൻ എനിക്ക് കഴിയാതിരിക്കും. കാര്യം രാത്രി വരുമ്പോൾ കുറേ ആളുകൾ നമ്മളെ കാണാൻ വേണ്ടി വന്നിരിക്കും. രാവിലെ 6 മണി തൊട്ടും കുറേ ആളുകൾ നമ്മളെ കാണാൻ വേണ്ടി വരും. അപ്പോൾ കാണാൻ വേണ്ടി വരുന്നവർ അവർ വരുന്നതിലെല്ലാം അവരുടെ ജീവിത പ്രശ്നങ്ങൾ, ധാരാളം പ്രയാസങ്ങൾ നിറഞ്ഞ കാര്യങ്ങൾ നമ്മളോട് വിശദീകരിക്കാനും അതിന് പരിഹാരം തേടിയുമാണ് അവർ വരുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ഉപേക്ഷിക്കാൻ ഒരിക്കലും മനസ്സ് അനുവദിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഈ ഒന്ന് നേടുമ്പോൾ മറ്റൊന്ന് നഷ്ടപ്പെടുമെന്ന് പറയുന്നത് പോലെ കുടുംബവുമായി ചെലവഴിക്കാനുള്ള സമയം പരിമിതപ്പെട്ടു പോയി എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ എത്രയോ പേർ അവരുടെ കുടുംബം തന്നെ വേണ്ടാന്ന് വെച്ച് കഷ്ടപ്പെട്ടാണ് ഈ പ്രസ്ഥാനം വളർത്തിയെടുത്തത്. എത്രയോ പേർ രക്തസാക്ഷികളായി, എത്രയോ പേർ ജീവച്ഛവങ്ങളായി. അധികാരി വർഗത്തിൻ്റെയോ അല്ലെങ്കിൽ എതിരാളികളുടെയോ ആക്രമണത്തിനെല്ലാം വിധേയമായി. അവരെ ഓർക്കുമ്പോൾ നമ്മളൊന്നും അത്ര ത്യാഗം ചെയ്തവരല്ലല്ലോ. ഇത്തരത്തിലുള്ള ഒരു കുറവല്ലേ നമ്മുടെ ജീവിതത്തിലുള്ളൂ. മറ്റുള്ളവരോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിന് വേണ്ടി അങ്ങനെ പ്രവർത്തിക്കേണ്ടി വരുന്നതിൽ എൻ്റെ കുടുംബം പൂർണ്ണമായും അതിനോട് സമരസപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. എൻ്റെ ഭാര്യയും മക്കളും. അതാണ് പ്രധാനം. അവരോടി അത് ഒരിക്കലും അവരതിന് തടസ്സം നിൽക്കുകയോ അവർക്ക് എന്നെ ലഭിക്കുന്നില്ല എന്നുള്ള വിഷമം അവർക്ക് തോന്നിയേക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതെൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെ ഒരിക്കലും ബാധിച്ചിട്ടില്ല. ഞാൻ ഏറ്റെടുത്തിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ചെയ്തു തീർക്കാൻ ഇന്ന് വരെ അതൊരു തടസ്സമായി തീർന്നിട്ടില്ലെന്നാണ് എൻ്റെ ഇന്ന് വരെയുള്ള ജീവിതാനുഭവം. അത് ഒരു പൊതുപ്രവർത്തകനെ അങ്ങനെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നത് കുടുംബമാണ് എന്നതൊരു വലിയ സത്യവും കൂടിയാണ്. അതുകൊണ്ട് അവരെ ഒന്ന് മെൻഷൻ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ട് ചോദിച്ചതും കൂടിയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ദീർഘകാലം UDFൻ്റെ കയ്യിലിരുന്ന മണ്ഡലത്തെ പിടിച്ചെടുത്തു. തുടർന്നു നമുക്കത് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നൊരു തോന്നൽ സ്വാഭാവികമായ ഒരു MLAക്ക് ഗവൺമെൻറ്റിനും ഉണ്ടാകും. മൂന്നാം LDF സർക്കാർ വരും എന്നുള്ളൊരു വിശ്വാസത്തിന് അതെ, അങ്ങനെ വരും എന്ന വിശ്വാസം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. ആ ആർജവത്തിൽ നിൽക്കുകയാണ് എല്ലാവരും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിലും ഒക്കെ. എന്നിരുന്നാൽ നമ്മൾ തമ്മിൽ ഇപ്പോൾ വേറെ ആരും അറിയണ്ടല്ലോ, നമ്മൾ തമ്മിൽ മാത്രം പറയുന്ന ഒരു കാര്യം എന്നുള്ള നിലയിൽ അങ്ങനെയൊക്കെ എങ്ങനെ തോന്നുന്നു? അത് ഒരു സംഭവ്യമായ കാര്യമാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നതാണ്. തീർച്ചയായും. കാരണം ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ആക്രമണങ്ങൾ ശക്തമാണ്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പ്രതീക്ഷിച്ച സീറ്റ് കിട്ടിയില്ല, പ്രതീക്ഷിച്ച വിജയം കിട്ടിയില്ല. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും കഴിഞ്ഞ പ്രാവശ്യം പ്രതീക്ഷിച്ച നിലയെത്താൻ വേണ്ടി കഴിഞ്ഞില്ല. പക്ഷേ ഓരോ തിരഞ്ഞെടുപ്പും ഓരോ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. കേരളത്തിൽ LDF ഗവൺമെൻറ് സ്പർശിക്കാത്ത ഏത് ജനവിഭാഗമാണുള്ളത്? എല്ലാ ജനവിഭാഗങ്ങളെയും സ്പർശിച്ചിട്ടുണ്ട്. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടാണ് ഈ ഗവൺമെൻറ് അനുഭവിക്കുന്നത്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണനയാണ്. നമുക്ക് ലഭിക്കേണ്ട പണം, ഇവിടെ നിന്ന് പിരിച്ചുകൊണ്ട് പോകുന്ന നികുതി പണത്തിൻ്റെ വിഹിതം നമുക്ക് തരുന്നില്ല. ശത്രുതാ മനോഭാവത്തോടു കൂടിയാണ് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ കാണുന്നത്. അവരുടെ മനോഭാവം ഇത്രയെല്ലാം വികസനം എന്തിനാണ് ചെയ്യുന്നത്? ഇത്രയെല്ലാം ക്ഷേമ പദ്ധതികൾ എന്തിനാണ് കേരളത്തിൽ നടപ്പിലാക്കുന്നത്? 62 ലക്ഷം ആളുകൾക്ക് എന്തിനാണ് പെൻഷൻ കൊടുക്കുന്നത്? ഇതാണ് അവരുടെ മനോഭാവം. കാര്യം അവർ ഭരിക്കുന്ന ഒരു സ്റ്റേറ്റിലും അങ്ങനെ ചെയ്യുന്നില്ല, രാജ്യത്തും ചെയ്യുന്നില്ല. പിന്നെ ഈ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് മാത്രം എന്താ ഞങ്ങളൊന്നും ചെയ്യണമെന്ന് ഇത്ര നിർബന്ധം? എന്നാൽ പിന്നെ അത് കാണട്ടെ എന്നുള്ള നിലയിൽ അവർ പണം തരുന്നില്ല. പക്ഷേ നമ്മൾ ചെലവ് ചുരുക്കി ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിച്ച് നികുതി പിരിച്ചെടുത്ത് ഒരു ദുർവ്യയവും ഇല്ലാതെ പ്രവർത്തിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഈ വികസന രംഗത്ത് ക്ഷേമരംഗത്തും ചെയ്തു തീർക്കാൻ വേണ്ടി കഴിയുന്നത്. ഇത് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ കാണുന്നില്ലേ? സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ചില പരാതികളുണ്ടായിരുന്നു ഞങ്ങളുമായി ബന്ധപ്പെട്ട്. അതെല്ലാം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, പണം വരുമ്പോൾ ഞങ്ങൾ ഇത് പരിഹരിക്കുന്നു. അതിപ്പോൾ പരിഹരിച്ചു. ആ നിലയിൽ എല്ലാ വിഭാഗം ജനങ്ങളോടും ഒരേപോലെ അവരുടെ അഭിപ്രായങ്ങളെ മാനിച്ച്
മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ്റാണ്. അത് കേരളത്തിലെ ജനങ്ങൾ കാണും. കാര്യം കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്. അപ്പോൾ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ ആ കാഴ്ചപ്പാടിൽ തന്നെ അവർ കാണും. ആരൊക്കെ എന്തെല്ലാം ഈ സർക്കാരിനെ തകർക്കാൻ വേണ്ടി നിന്നാലും. ഇപ്പോൾ ഇടതുപക്ഷത്തെ തകർക്കാൻ വേണ്ടി നിൽക്കുക എന്നുള്ളത് പുതിയ കാര്യമല്ല. 57 ഗവൺമെൻറ്റിനെ തകർത്തു, അന്ന് തൊട്ട് തുടങ്ങിയതാണ്. അപവാദ പ്രചരണങ്ങൾ, കള്ളപ്രചരണങ്ങൾ. അഹന EMS പോലും അഴിമതിക്കാരനാണെന്ന് പറയാൻ മടിക്കാത്തവരാണ് കോൺഗ്രസ്. അതുകൊണ്ട് ഈ കുപ്രചരണങ്ങളെയും ഈ അപവാദ പ്രചരണങ്ങളെയും ജനം അംഗീകരിക്കില്ല. ജനം പുച്ഛിച്ച് തള്ളി ഇടതുപക്ഷത്തിൻ്റെ പിന്നിൽ അണിനിരക്കും. കാരണം ഒരു വർഗീയ കലാപങ്ങളില്ലാതെ എല്ലാ ജനവിഭാഗങ്ങൾക്കും സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്ന ഒരു നാടാണ് കേരളം. ജാതിയുടെയും മതത്തിൻ്റെയും സ്പർദ്ധ ഒരു പരിധിക്കപ്പുറത്തേക്ക് വർദ്ധിക്കാതെ എല്ലാവരെയും ചേർത്ത് നിർത്തിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഛിദ്രശക്തികൾക്കെതിരായി കർശനമായിട്ടുള്ള നിലപാടും ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്നുണ്ട്. ഏതെങ്കിലും തെറ്റ് ആരെങ്കിലും ചെയ്താൽ മുഖം നോക്കാതെയുള്ള നടപടിയാണ്. ഏറ്റവും റീസെൻ്റായിട്ടുള്ള ചില സംഭവങ്ങൾ നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. സർക്കാർ എടുത്ത നിലപാട് അതിശക്തമല്ലേ? ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഗവൺമെൻറ്റിനും ഇങ്ങനെ നിഷ്പക്ഷമായി നടപടിയെടുക്കാൻ കഴിയില്ല. വേണ്ടപ്പെട്ടവരെ സംരക്ഷിച്ച എല്ലാ സർക്കാരുകളും നിന്നിട്ടുള്ളൂ. പക്ഷേ മുഖം നോക്കാതെയുള്ള നടപടി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് എടുത്ത നടപടിയാണ്. ഇത് കേരളത്തിലെ പൊതുജനങ്ങൾ കാണുന്നുണ്ട്. അവരത് ചിന്തിക്കും, ചിന്തിച്ച് തന്നെ വോട്ട് രേഖപ്പെടുത്തും. അതുകൊണ്ട് തുടർച്ചയായിട്ടുള്ള 3ാം LDF ഗവൺമെൻറ് വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങളെപ്പോലുള്ളവർക്കില്ല. ഇപ്പോൾ നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ ചില സർവേ റിപ്പോർട്ടുകളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. ഈ സർവേ റിപ്പോർട്ട് ആര് പറഞ്ഞ റിപ്പോർട്ടാണ്? ഇഷ്ടക്കാരോട് ചോദിച്ചിട്ട് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചാൽ അതാകുമോ? പൊതുജനം എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ്റിനെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന പൊതുജനങ്ങളാണ്. അവരുടെ അഭിപ്രായം തേടാതെ അവരവരുടെ താല്പര്യം, ഉള്ളിലിരിക്കുന്ന താല്പര്യം പ്രതിഫലിക്കത്തക്ക നിലയിൽ റിപ്പോർട്ട് പുറത്തു വിടുക എന്ന് പറഞ്ഞാൽ അത് വ്യാജ പ്രചരണം നടത്തുന്നതിന് തുല്യമാണ്. വ്യാജ പ്രചരണം നടത്തുന്നതിന് തുല്യമാണ് ഇപ്പോൾ പുറത്തുവിടുന്ന പല റിപ്പോർട്ടുകളൊന്നും നമുക്ക് കാണേണ്ടതായി വരും. അതല്ല ജനത്തിൻ്റെ മനസ്സ്. ജനത്തിൻ്റെ മനസ്സ് മറ്റൊന്നാണ്. അത് ഈ ഗവൺമെൻറ് ചെയ്ത വികസനക്ഷേമ പ്രവർത്തനങ്ങൾ അവരംഗീകരിക്കുന്നു എന്നുള്ളതാണ്. പവർ കട്ടില്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിഞ്ഞ കാര്യം അവർ മറക്കില്ല. വർഗീയ കലാപങ്ങളില്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിഞ്ഞ കാര്യം അവർ മറക്കില്ല. ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗം, ഞാൻ എപ്പോഴും പറയും, എല്ലാ യോഗത്തിനും ഞാൻ പ്രസംഗിക്കുന്ന ഒരു കാര്യമാണ്, ഫീസ് ആനുകൂല്യം ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഡിഗ്രിയും LLBയും പഠിക്കാൻ കഴിഞ്ഞത്. ഫീസ് കൊടുക്കേണ്ടി വന്നെങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റില്ല. എന്നെപ്പോലെ എത്രയോ ആളുകൾ ഈ കേരളത്തിലുണ്ട്. അപ്പോൾ നമ്മളെ ഗവൺമെൻറ് ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കി. ഇന്ത്യയിൽ ആര് ഡിഗ്രി വിദ്യാഭ്യാസം വരെ സൗജന്യമാക്കി? പിന്നെ 6000 കോടി രൂപയാണ് നമ്മളെ ഗവൺമെൻറ് വിദ്യാഭ്യാസത്തിന് വേണ്ടി മുടക്കിയത്. 5000 കോടി രൂപ പൊതുവിദ്യാഭ്യാസത്തിനും 1000 കോടി രൂപ ഉന്നത വിദ്യാഭ്യാസത്തിനും. ഇന്ത്യയിലെ ഏത് ഗവൺമെൻറ്റാണ് ഇത്രയും പണം വിനിയോഗിച്ചത്? ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടില്ലേ? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, പിന്നോക്ക വിഭാഗങ്ങൾ, അവർക്ക് വേണ്ടി നടത്തിയ ക്ഷേമ പ്രവർത്തനങ്ങൾ. എത്ര കുട്ടികളാണ് വിദേശത്ത് പോയി പഠിക്കുന്നത്? പട്ടികവർഗ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ. അപ്പോൾ ഇതെല്ലാം ഒരു ഗവൺമെൻറ് സൈലൻ്റായി ജനങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം കൊട്ടിഘോഷിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇത് അനുഭവിച്ച ജനങ്ങൾ, അവരല്ലേ പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്തത്. അവരിത് മറക്കില്ല എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ആ അനുഭവങ്ങൾ അരുവിക്കരയും തുണയ്ക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അരുവിക്കരയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം വീണ്ടും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഇപ്പോൾ MLA പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമുക്കും ബോധ്യപ്പെടുന്നത് അതാണ്. ഒരു തുടർഭരണം LDF ആഗ്രഹിക്കുന്നത് പോലെ ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് മുഴുവൻ ജനപ്രതിനിധികളും MLAമാരും. അതോടൊപ്പം അരുവിക്കരയിലും അങ്ങനെ ഒരു പോസിറ്റീവ് ട്രെൻഡ് ഉണ്ട് എന്ന് MLAയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ലൂസ് ടോക്സിലേക്ക് അങ്ങ് വന്നതിൽ അങ്ങയുടെ കുറച്ച് നേരത്തെ പറഞ്ഞ് ഒഴിവ് സമയമേ കിട്ടാറില്ല, എന്നാൽ അതിൽ നിന്ന് കുറച്ച് സമയം ഞങ്ങൾ അപഹരിച്ചു. അതിന് അങ്ങ് സമ്മതം തന്നതിനുള്ള നന്ദി കൂടി അറിയിച്ചുകൊണ്ട്
അങ്ങേക്ക് ഇത് ഇഷ്ടമായി എന്ന് കരുതുന്നു. പിന്നെ ഞാൻ ഈ അഭിമുഖങ്ങൾക്കൊക്കെ എന്നെ ആരും അങ്ങനെ ക്ഷണിക്കാറില്ല. ഈ മാധ്യമങ്ങൾ പൊതുവിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഞാൻ തോറ്റു എന്നാണ് വാർത്ത പ്രസിദ്ധീകരിച്ചത്. അവഹേളനപരമായിട്ടുള്ള വാർത്തകൾ വരെ പ്രസിദ്ധീകരിച്ചവരുണ്ട്. പക്ഷേ അരുവിക്കര മണ്ഡലത്തിലെ ജനങ്ങൾ അതൊന്നും മുഖവിലക്കെടുത്തില്ല. അതാണ് പലപ്പോഴും ഈ മാധ്യമ സൃഷ്ടിയെ ഞാൻ എതിർക്കുന്നതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യം. അതാണ് ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം എന്നോടൊപ്പം നിന്നു. ലീസ് ടോക്കിലേക്ക് എന്നെ ക്ഷണിച്ചതിന് എനിക്ക് സന്തോഷമുണ്ട്. മനസ്സിൽ ഉറങ്ങിക്കിടന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ച് എന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതിൽ സന്തോഷമുണ്ട്. ഈ ഗവൺമെൻറ്റിൻ്റെ നല്ല പ്രവർത്തനങ്ങൾ വിശദീകരിക്കാൻ എനിക്കൊരവസരം തന്നതിൽ നന്ദിയുണ്ട്. ഗായത്രി ബാബു വളരെ പോസിറ്റീവായിട്ടുള്ള വ്യക്തിപരം, രാഷ്ട്രീയം എല്ലാം കലർന്ന ഭരണം, എല്ലാം കലർന്ന ചോദ്യങ്ങൾ, നല്ല ചോദ്യങ്ങൾ ചോദിച്ച് ഞങ്ങളെ ഒരു ഇൻസ്പിറേഷൻ തന്നതിലുള്ള നന്ദി അങ്ങോട്ട് രേഖപ്പെടുത്തുന്നു. താങ്ക് യു.